പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ജൂൺ മാസം 2-ാം തീയതി ഹല്ലേലൂയ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞായിട്ട് കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് ഇങ്ങനൊരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്തേ. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തിയില്ലേ? നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് അനുഗ്രഹിച്ചില്ലേ? നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയില്ലേ? കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ആമേൻ. 30-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം ഭാഗത്ത് പറയുന്നു, യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. ഒരുമിച്ച് സ്തോത്രം പാടിയാട്ടെ. കർത്താവ് ചെയ്ത ഓരോ നന്മകളെയും എടുത്തു വെച്ച് നന്ദി പറഞ്ഞാട്ടെ. ഓരോ കാര്യങ്ങളും ഇന്ന് പകൽക്കാലം ചെയ്യുമ്പോൾ നിങ്ങൾ ആഹാരത്തിലേക്ക് കൈവെക്കുമ്പോൾ പറയണം, കർത്താവേ സ്തോത്രം. ആഹാരം കഴിക്കുമ്പോൾ സ്തോത്രം പറയണം, വാഹനത്തിൽ കയറുമ്പോൾ സ്തോത്രം പറയണം. ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ദൈവത്തിന് സ്തോത്രം പറയുക. കർത്താവ് ഈ പ്രഭാതത്തിൽ, ഈ 2-ാമത്തെ ദിവസം, ഈ മാസത്തിൻ്റെ 2-ാമത്തെ ദിവസം നിങ്ങളെ അത്ഭുതമാക്കി തീർക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചൊരു സ്തോത്രം അപ്പ. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം, ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം, പോയ 5 മാസക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ്റെ രക്തത്താൽ മറയ്ക്കുന്നു. അവർ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും ഇന്ന് അങ്ങയുടെ ഫേവർ ഉണ്ടാകണം. രോഗികളായി ആരെങ്കിലും ശബ്ദം കേൾക്കുന്നെങ്കിൽ അവർ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ആമേൻ 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 വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ന്യൂറോളജിക്കൽ കണ്ടീഷനുകളും ഇപ്പോൾ സൗഖ്യമായി തീരട്ടെ. പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരട്ടെ, സ്വസ്ഥതയിലേക്ക് വരട്ടെ. അത്ഭുതകരമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ന്യൂറോളജിക്കൽ കണ്ടീഷനുകളിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത്ഭുതകരമായ സൗഖ്യം ലഭിക്കട്ടെ. അതുപോലെ കർത്താവെ, ജോലിയില്ലാതിരിക്കുന്നവരുണ്ട്, കർത്താവ് അത്ഭുതകരമായി വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് വഴി തുറക്കണമേ, സാമ്പത്തിക ആവശ്യങ്ങൾ വിടുതലായിക്കണമേ കർത്താവെ. അതുപോലെ കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. ജോലി സ്ഥലത്ത് സ്വസ്ഥതയില്ല, ജോലിക്ക് പോകാനൊരു മനസ്സ് വരുന്നില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജോലി സ്ഥലത്തും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകട്ടെ. കൂടാതെ കർത്താവെ, ഹല്ലേലൂയ, സ്കൂളിൽ പോകാൻ കുഞ്ഞുങ്ങൾ മടി കാണിക്കുന്നു, അവർക്കൊരു സന്തോഷമില്ല, പഠിക്കാനൊരു സന്തോഷമില്ല. ആ അവസ്ഥകൾക്ക് യേശുവിൻ്റെ നാമത്തിൽ മാറ്റമുണ്ടാകട്ടെ. ദൈവീകമായ അത്ഭുതങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാസം ഗുഡ് ന്യൂസുകൾ ഉണ്ടാകട്ടെ, ഗുഡ് ന്യൂസുകൾ ഉണ്ടാകട്ടെ. തക്ക സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ, അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കട്ടെ. അതുപോലെ കർത്താവ്, ഇന്ന് ലോകത്തെമ്പാടും കർത്താവിൻ്റെ ആമേൻ സഭാരാധന നടക്കുമ്പോൾ തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണം, തൻ്റെ അഭിഷക്തന്മാരെ ഉപയോഗിക്കണം. അവർക്ക് ചുറ്റും അങ്ങ് തീമതിലായി നിൽക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഡിവൈൻ ഹെൽത്ത് ഉള്ളവരായി തീരട്ടെ, സ്വർഗീയ സമാധാനമുള്ളവരായി തീരട്ടെ, സ്വർഗീയ സന്തോഷത്താൽ നിറയട്ടെ, ദൈവിക സമൃദ്ധിയാൽ നിറയട്ടെ. ഈ ജനത്തെ അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുക. അവർ സ്വർഗീയ ആരോഗ്യത്തിൽ ജീവിക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഹിതമായ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ ഈ മാസത്തെ ആദ്യത്തെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതമാക്കി തീർക്കും. ആമേൻ. ദൈവവചനവും ദൈവ സാന്നിധ്യത്തിലിരിക്കുന്നതും ഒക്കെ വലിയ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് നാളത്തെ മീറ്റിംഗ് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചേ, ഈ പുതിയ മാസം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ആലോചന എന്ന് പറയുന്നത് ഈ മാസം അൺഎക്സ്പെക്റ്റഡായ ബ്ലെസ്സിങ്സാണ്. ആമേൻ. എക്സ്പെക്റ്റ് ചെയ്ത അനുഗ്രഹങ്ങളുണ്ട്, എക്സ്പെക്റ്റ് ചെയ്യാത്ത അനുഗ്രഹങ്ങളുണ്ട്.
ഈ പുതിയ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത അനുഗ്രഹങ്ങൾ. ഉദാഹരണമായി പറഞ്ഞത് ആമേൻ നമ്മുടെ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് മറിയ ഗർഭം ധരിക്കുന്നതുമായിട്ടുള്ള ബന്ധത്തിലാണ്. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതന് നസ്രയത്ത് എന്ന ഗലീല പട്ടണത്തിൽ ആമേൻ. അപ്പോൾ 6-ാം മാസത്തിലാണ് ദൈവത്തിൻ്റെ ദൂതൻ ആമേൻ മറിയയുടെ ഭവനത്തിൽ ചെല്ലുന്നത്. ദൈവത്തിൻ്റെ ദൂതൻ മറിയോട് സദ്വർത്തമാനം അറിയിക്കുന്നു. അതുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കണം, കർത്താവേ ഈ 6-ാം മാസത്തിൽ ഏഞ്ചൽസ് വിസിറ്റ് ചെയ്യുന്ന മാസമായി മാറണം. സ്വർഗീയ ദൂതന്മാരെ കാണാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങ് പ്രാർത്ഥിക്കണം. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ സ്വർഗീയ ആ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്ന പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറി എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ മറിയ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന്? മറിയ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. മറിയ ഇതിനു വേണ്ടി കാത്തിരുന്നിട്ടുണ്ടോ? ഇല്ല. മറിയ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു അസാധാരണ ഫേവർ മറിയയുടെ മേൽ വന്നപ്പോൾ, അതിന് ഞാൻ ഇന്നലെ പറഞ്ഞത് എന്നാ പറഞ്ഞേ, ഈ ഗ്രേസ് എന്ന് പറയുന്ന സാധാരണ ഗ്രേസ് അല്ല. എക്സ്ട്രാ ഓർഡിനറി അൺഎക്സ്പെക്റ്റഡ് സ്പെഷ്യൽ ഗ്രേസ് ആയിരുന്നു മറിയയ്ക്ക് വന്നത്. കാരണം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവനെ ചുമക്കുവാൻ, തൻ്റെ ഉദരത്തിനകത്ത് ചുമക്കുവാൻ ലഭിച്ച ഭാഗ്യമാണ്. അതിനൊക്കെ അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് എന്നല്ലാതെ നമ്മൾ എന്താ പറയുക? ദൂതൻ ചെന്നിട്ട് ഗ്രീറ്റ് ചെയ്യുന്നു, അടുക്കൽ ചെന്നിട്ട് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ മാസം കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കുന്ന മാസമായി തീരട്ടെ. കർത്താവ് നമ്മുടെ കൈകളിലൂടെ പ്രവർത്തിക്കുന്ന മാസമായി തീരട്ടെ. കർത്താവ് നമ്മുടെ നാവുകളിലൂടെ സംസാരിക്കുന്ന മാസമായി തീരട്ടെ. കർത്താവിൻ്റെ ശബ്ദമായി ഈ മാസം മാറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. വാക്ക് കേട്ടു മറിയ ഇതെന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. മറിയ ഭ്രമിച്ചുപോയി. ദൂതനോട് മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു സ്പെഷ്യൽ ഗ്രേസ് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും വരട്ടെ. അങ്ങനെ ഒരു സ്പെഷ്യൽ ഗ്രേസ് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും വരട്ടെ. ദൂതൻ ഹല്ലേലൂയ അവളോട് പറയുക, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്നാ കൃപയെ? സാധാരണ കൃപയുണ്ട്. അതായത് ഏതൊരു ദൈവവൈദ്യനും ദൈവത്തിൻ്റെ കൃപയുണ്ട്. എന്നാൽ ഇതുപോലുള്ള കൃപ ഈ മാസം നമ്മുടെ ലൈഫിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സൂപ്പർ ഫേവർ, സൂപ്പർ ഗ്രേസ് ഈ മാസം നമ്മുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. എന്നിട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം. പുരുഷനെ അറിയാത്ത മറിയയോട് പറയാം, നീ ഗർഭം ധരിക്കും, അവൻ യേശു എന്ന് പേരിടണം. അവൻ മറിയ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കാനാ? 34-ാമത്തെ വാക്യം, ഇതെങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ പറഞ്ഞു, നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന ശക്തി നിന്റെ മേൽ നേരിടും, ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നമ്മൾ ചിന്തിക്കും, എന്തോ അൺഎക്സ്പെക്റ്റഡ് ഫേവർ എങ്ങനെ വരാനോ? എങ്ങനെ ആ കാര്യങ്ങളൊക്കെ നടക്കാനോ? പ്രിയപ്പെട്ടവരെ, സംശയിക്കാതെ ദൈവവചനത്തെ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനാൽ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ചില ദൈവിക പ്രവൃത്തികൾ നടക്കട്ടെ. അൺഎക്സ്പെക്റ്റഡായ ചില നന്മകൾ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കയറുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുക. അത് മറിയ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു, മറിയ വിശ്വസിച്ചു. അതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മളും വിശ്വസിക്കുക, ദൈവത്തിന് സ്തോത്രം പറയുക. കരങ്ങളെ ഉയർത്തി പറയുക, ഈ മാസം അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് ഉണ്ടാകും. ഈ മാസം അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് ഉണ്ടാകും. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കും കേട്ടോ. വിശ്വസിക്കുക. മറിയ പറഞ്ഞതുപോലെ അതിൻ്റെ ലൂക്കോസ് 1:46 അപ്പോൾ മറിയ പറഞ്ഞു, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവമായ എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇത് മറിയ പറയുക. ഇതുപോലെ നമ്മളും പറയണം, കർത്താവേ എന്നോട് തന്ന ദൂതനായിട്ട് സ്തോത്രം. ഈ മാസം എന്നെ അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. ഞാൻ അറിയാത്ത നന്മകൾ, ഞാൻ പ്രതീക്ഷിക്കാത്ത നന്മകൾ, അതെൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ സ്ഥാപനങ്ങളിൽ മേൽ, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ യേശുവിൻ നാമത്തിൽ ഞാനത് റിസീവ് ചെയ്യുന്നു. അത് പ്രാർത്ഥിക്കുക, അത് തന്നെ പറഞ്ഞ് സ്തോത്രം ചെയ്യുക, അതിനായിട്ട് കാത്തിരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ജൂൺ ദ മന്ത് ഓഫ് അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് ആണ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവ കൃപ കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്,
We are permanently blessed and highly favored. This is the month of unexpected blessings. God bless you. God bless you. God bless you.